നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. പോട്ടെ, അങ്ങോട്ട് നോക്ക്. പോട്ടെ മോളെ, കരയാതെ. കുറെ നേരമായി ഞാൻ ഈ നാടകം കാണുക. നിന്റെ ചേച്ചി അവൾ കൈക്കുള്ളിലാക്കിന്നാ തോന്നുന്നത്. പോട്ടെ. നിനക്കെന്താടി എന്റെ പെങ്ങളോട്ട് ഏർപ്പാട്? തള്ളയുടെ ജാരസന്തതി എന്ന സ്വാതന്ത്ര്യം അവരുടെ അടുത്ത് കാണിച്ചാൽ മതി, ഞങ്ങളുടെ അടുത്ത് വേണ്ട. കേട്ടല്ലോ? നിനക്ക് നാണമില്ലടി ഇവളുടെ വാക്ക് കേട്ടിട്ട് ഇവളുടെ കൂട്ടത്തിൽ കൂടാൻ. നീ വാ. എങ്ങോട്ട്? ഇവളുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ച് വരാൻ. എന്താ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ ആരുമായി കൂട്ടുകൂടണം, എങ്ങനെ ജീവിക്കണം എന്നത് എന്റെ ഇഷ്ടം. അത് ഇനി മുതൽ നീ നിയന്ത്രിക്കാൻ വരണ്ട, കേട്ടല്ലോ? മാറിയിക്കട ചെക്കാങ്ങോട്ട്. മായേച്ചി, ഇവള് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല മോനെ. അഹല്യെ പാട്ടിലാക്കണമെങ്കിൽ അവൾക്ക് മിടുക്കത്തിരി കൂടുതലാ. മോളെ, ഇന്നേ വരെ എന്റെ മക്കള് പരസ്പരം വഴക്കിട്ടിട്ടില്ല ചേച്ചി. മുഖം കറുത്തൊരു വാക്ക് പോലും പരസ്പരം പറഞ്ഞിട്ടില്ല. ഇന്ന് അവര് തമ്മിൽ വഴക്കിടുന്നത് ഞാൻ കണ്ടു. അതെല്ലാം ശരിയാകും മോളെ. ആ നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചാ മതി. അങ്ങനെയല്ല ചേച്ചി, ഇങ്ങനൊരു സംഭവം ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ. ഇത് വേറെന്തിന്റെയോ തുടക്കമാണെന്ന് എനിക്കൊരു തോന്നല്. എന്റെ മക്കള് രണ്ടായി പോയിന്ന് എനിക്കൊരു തോന്നല് ചേച്ചി. മാധുരി ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് അഖിലിന്റെ ഭാഗത്ത് തന്നെയല്ലേ? അവൻ ആ സ്വർണം കൊണ്ടുപോയതെങ്കിൽ അവന് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ മധു? അവൻ ആണയിട്ട് പറയുന്നത് പോലല്ലേ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. അതിനുള്ള മറുപടി അപ്പൊ തന്നെ പൂജ പറഞ്ഞില്ലേ മാധുരി ചേച്ചി? പോലീസ് വരും, പോലീസ് നായ വരും എന്നായപ്പോ അവള് സ്വർണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്റെ പൊട്ട മനസ്സിൽ തോന്നിയതാണേ. കനേച്ചി ചോദിക്ക. സ്വർണം കാണാനില്ലെന്ന് അറിഞ്ഞിട്ടല്ലേ അഖിൽ മോൻ ഇവിടേക്ക് വന്നത്? ഇവിടെ വന്നതിന് ശേഷം സംസാരം നടക്കുന്നതിനിടയിലാ സ്നേഹമോള് വിളിച്ച് സ്വർണം അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ശരിയല്ലേ? അതെ. അപ്പൊ പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ച കാര്യവും പോലീസ് നായ വരുന്ന കാര്യവും സ്നേഹമോക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വർണം അവിടെ ഉണ്ടെന്ന് അവര് സമ്മതിച്ചത് ശരിയാണോ? ശരിയാ കനകച്ചി പറഞ്ഞത്. അവര് പേടിച്ച് സമ്മതിച്ചതൊന്നുമല്ല. അപ്പം മാധുരി ചേച്ചി എന്താ പറയുന്നത്? സ്വർണം സ്നേഹ യാദൃശ്ചികമായി കണ്ടാണെന്നാണോ? എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അങ്ങനെയാണെങ്കിൽ അത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതിനും കൂടെ ഉത്തരം വേണ്ടേ? അതെ, അതറിഞ്ഞ ഇതിന്റെ പിന്നിൽ ശരിക്കും കളിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആര് കളിച്ചാലും അവർക്കൊരു ലക്ഷ്യമുള്ളൂ കനകച്ചി, ഈ കുടുംബത്തിന്റെ നാശം. അതിന്റെ തുടക്കം ഇന്ന് സാധിച്ചു. ഒരിക്കലും വഴക്കിടാത്ത എന്റെ മക്കള് തമ്മിൽ തെറ്റി, അല്ല തെറ്റിച്ചു. അങ്ങനെയൊന്നും കരുതണ്ട മാധുരി ചേച്ചി. അവരിന്ന് വഴക്കിട്ടാ നാളെ ഒന്നിച്ചോളും. ഒന്നുമില്ലെങ്കിലും കൂടപ്പിറപ്പല്ലേ. പക്ഷേ
ഇത് മനഃപൂർവ്വം ഈ കുടുംബത്തെ നശിപ്പിക്കാനുള്ള പണിയാണെങ്കിൽ ആ പണി ആരുടേതാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ല, ഇതാണോ പരിപാടി? എന്തുപറ്റി? പതിവില്ലാത്ത ആണല്ലോ. ഒരു കാലത്ത് പതിവുണ്ടായിരുന്നു, താനായിട്ടാ നിർത്തിവെച്ചത്. ഓർമ്മയുണ്ടോ? അതെ, അത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ ചോദിക്കാൻ കാരണം. ഇതല്ലാതെ വേറൊരു മാർഗം തോന്നിയില്ലടോ. എന്തുപറ്റി? ഇന്നത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണോ? അഖിലിനോടൊന്നും ഞാൻ അങ്ങനെ പെരുമാറിയിട്ടേ ഇല്ല. ഇന്ന് പക്ഷെ അവനെ അടിക്കാൻ പറഞ്ഞ ഞാൻ ചെന്നു. വെറുതെ അല്ലല്ലോ, അവനും അങ്ങനെ പെരുമാറാൻ പാടുണ്ടായിരുന്നോ? ഇവിടെ വന്നാലും ഞാനല്ലേ മൂത്തത്, ഞാനല്ലേ നിയന്ത്രിക്കേണ്ടത്. സാരമില്ല, അജുവേണ്ടായതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ എന്ന് വിചാരിക്കും. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടി പൊട്ടിയേനെ. ഇല്ലടോ, ഇനി എന്തൊക്കെയായാലും എനിക്ക് അവനെ തല്ലാൻ പറ്റില്ല. എന്നാലും അവനത് എന്തിനു ചെയ്തു ഓർക്കുമ്പോഴാ അത് ചെയ്തത് അഖിലാവണമെന്നില്ലല്ലോ. സ്നേഹമായിക്കൂടെ? സ്വർണം പോയതിന് പിന്നിൽ നമ്മൾ അവരെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഉറപ്പായപ്പോ അതുമായിട്ട് തിരികെ വന്നതും ആവാം. അജുവേട്ടന് അച്ചാർ വേണോ? ദാ, എനിക്കറിയാം അജുവേട്ടന്റെ മനസ്സ് ശരിക്കും പിടയുന്നുണ്ടെന്ന്. ഇത് കഴിച്ചാൽ മറക്കാൻ പറ്റുമെങ്കിൽ തൽക്കാലം ഇത് കഴിച്ചാൽ കിടന്നു. ഇന്നു മുതൽ ഞാൻ ഇതും നിന്റെ ഒരു ശീലമാക്കി മാറ്റും. അർജുനെ, നിന്നെ നശിപ്പിക്കാൻ എനിക്ക് ഇതും ഒരു വഴിയാണ്. എനിക്ക് അവനോട് മാപ്പ് പറയണമെന്ന് തോന്നുന്നു പൂജ. എന്തായാലും മാപ്പ് പറയണം. പറയാം, പക്ഷെ ഇപ്പോഴല്ല, നാളെ പോരെ. തനിക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ശരിക്കും തനിക്ക് എന്റെ മനസ്സിന്റെ വേവ് മനസ്സിലാവുന്നുണ്ടല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അജുവേട്ടാ. ദേ, ഇത് കുടിച്ചാൽ മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കാൻ വേണം. എല്ലാവരും വിളിക്ക്, എനിക്ക് എല്ലാവരോടും സംസാരിക്കണം. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. അതിന് എല്ലാവരും കഴിച്ചു കിടന്നു. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ കഴിക്കാനുള്ളൂ. അതെയോ? അജുവേട്ടൻ പോയി മേല് കഴിയിട്ടുവാ. ഞാൻ അപ്പോഴത്തേക്കും ഭക്ഷണം എടുത്ത് വെക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാം. എനിക്ക് ഭക്ഷണം വേണ്ടോ? ഏയ്, അതൊന്നും പറഞ്ഞു പറ്റില്ല, കഴിച്ചേ പറ്റൂ. ഇന്നത്തെ രാത്രി അഖിലിന് ഭക്ഷണം ഇറങ്ങോളൂ. സങ്കടം കൊണ്ട് എന്തെങ്കിലും അവന് കഴിക്കാൻ പറ്റുമോ? അവരൊക്കെ നേരത്തെ കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടാവും. അജുവേട്ടന്റെ മനസ്സ് മറ്റാർക്കും ഇല്ല അജുവേട്ടാ, അതാദ്യം മനസ്സിലാക്ക്. യു ആർ റൈറ്റ്. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ സ്വർണ്ണം എടുത്തോണ്ട് പോവോ? ഇല്ല. അതാണ്. പക്ഷെ അവന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. സന്തോഷത്തോടെ അച്ഛമ്മ കൊടുക്കില്ലായിരുന്നോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി അവക്ക് ഇല്ലാതെ പോയില്ലേ അജുവേട്ടാ? അതാണ് ഭാര്യമാര് നന്നാവണം, അല്ലാതെ ഭർത്താക്കന്മാരെ മാത്രം പറഞ്ഞൊരു കാര്യമില്ല. അജുവേട്ടൻ ചെല്ല്, വേഗം മേലെ എഴുതിട്ട് വാ. ഒന്നുകൂടെ. ദേ, ഇനി ഭക്ഷണത്തിനോടൊപ്പം ഒന്നുകൂടി തരും, പിന്നെ ചോദിക്കാം. ഇല്ല, ചോദിക്കില്ല. ഇന്നിപ്പോ പാല് കുടിക്കാൻ ഒരു സാധ്യതയില്ല. ഈ ഗുളിക ഇതിന്റെ കൂടെ അകത്തേക്ക് ചെല്ലട്ടെ.